നമസ്കാരം. ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയ നിയമനിർമ്മാണം നമുക്ക് ഓർമ്മയുണ്ട്. ആർട്ടിക്കിൾ 370 എന്ന ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനാ വകുപ്പ് 2019 ഇന്ത്യ റദ്ദാക്കിയത്. അതിനുശേഷം ജമ്മു കാശ്മീർ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ തന്നെ ഇന്ത്യയുടെ ഒരു സാധാരണ സംസ്ഥാനമായി മാറി. ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പിടിയിലായിരുന്ന ആ സംസ്ഥാനം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടു. ലഡാക്കും ജമ്മു കാശ്മീരും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി. ഇപ്പോൾ ഇതാ ജമ്മു കാശ്മീർ അസംബ്ലിയിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്ന് അവിടെ സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രഭരണ പ്രദേശമാണ് എങ്കിൽ കൂടി ഇങ്ങനെ ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയ, പതിറ്റാണ്ടുകളോളം ജമ്മു കാശ്മീരിൽ നടമാടിയിരുന്ന ഇസ്ലാമിക തീവ്രതയെ ഇല്ലാതാക്കിയ, ജനജീവിതം സാധാരണഗതിയിലാക്കിയ, തീവ്രവാദികളുടെ കൈകൊണ്ട് ജനങ്ങൾ മരിക്കുന്ന സംഭവങ്ങൾ രാജ്യത്ത് വളരെ കുറവാണെന്ന്, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ എത്തിച്ച ഒരു നിയമനിർമ്മാണം നടത്തിയപ്പോൾ തന്നെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഇന്ത്യക്കകത്തും പുറത്തും ഉണ്ടായിരുന്നു. ഇതിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുണ്ടായിരുന്ന ശക്തമായ എതിർപ്പ് പാകിസ്ഥാൻ്റെ എതിർപ്പാണ്. ഇന്ത്യ അതിനെ അത് മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ്റെ അതേ വാദമുഖങ്ങൾ ഇന്ത്യക്കകത്തുള്ള ഒരു വിഭാഗം ജനങ്ങളും ഉയർത്തിയിരുന്നു. സുപ്രീം കോടതിയിൽ ഈ നിയമ ഭേദഗതിക്കെതിരെ അവർ കേസിന് പോകുന്നു. പക്ഷേ സുപ്രീം കോടതി ആ നിയമ ഭേദഗതി ശരിവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു നീണ്ട നിയമ പോരാട്ടം അതിനായി വേണ്ടി വന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോഴിതാ വഖഫ് നിയമത്തിന് എതിരെയും പാകിസ്ഥാൻ നിലപാട് സ്വീകരിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആക്രമിക്കാനും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പള്ളികളും അതുപോലെ തന്നെ മറ്റ് മതസ്ഥാപനങ്ങളുമെല്ലാം പിടിച്ചെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുമുള്ള, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മത പുരോഹിതന്മാർക്കായി അല്ലെങ്കിൽ മതപ്രചരണത്തിനായി മതത്തിൻ്റെ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകിയിട്ടുള്ള ഭൂമി, ഏക്കർ കണക്കിന് ഭൂമി ഇതാ സർക്കാർ കൈയടക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാദമുഖങ്ങളുമായി വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. എന്നാൽ പാകിസ്ഥാന് അതിന് കൃത്യമായ മറുപടി തന്നെ ഇന്ത്യ നൽകിയിരിക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ആദ്യം അവരുടെ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഉള്ള ന്യൂനപക്ഷ ജനസംഖ്യയിൽ വലിയ കുറവ് പാകിസ്ഥാനിൽ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, പാകിസ്ഥാനിലെ ഹിന്ദുക്കളും അതുപോലെ തന്നെ മറ്റു ന്യൂനപക്ഷ മതവിഭാഗങ്ങളും മതത്തിൻ്റെ പേരിൽ വലിയ പീഡനങ്ങൾക്ക് പാകിസ്ഥാനിൽ ഇരയാവുകയാണ്. അവരുടെ കാര്യം നോക്കാതെ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ അപായപ്പെടുത്താനായി, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളും പള്ളികളും പിടിച്ചെടുക്കാനായി ഇന്ത്യ ശ്രമിക്കുന്നു എന്നത് നോക്കിയിരിക്കാതെ സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യണം എന്നാണ് പാകിസ്ഥാൻ്റെ ഈ നിലപാടിനെതിരെ ഇന്ത്യ തിരിച്ചടിച്ചത്. എന്തായാലും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് പാകിസ്ഥാന് ഒരു ശീലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എത്രയും വേഗം ജമ്മു കാശ്മീരിലെ ചില ഭാഗങ്ങളിൽ നിങ്ങൾ കയ്യേറിയിട്ടുണ്ടത് നിയമവിരുദ്ധമായിട്ടാണ് അത് കയ്യേറിയിരിക്കുന്നത്. പാക് അധീന കാശ്മീരിൽ നിന്നും എത്രയും വേഗം ഒഴിഞ്ഞു പോകണം എന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ അതിന് തക്കതായ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇന്ത്യക്കറിയാം. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളെക്കാൾ വളരെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ്. അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു പോകുന്നവരല്ല. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ നിരവധി അഭയാർത്ഥികളാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് പെട്ട ആളുകൾക്ക് കൃത്യമായ നീതി ഉറപ്പുവരുത്തുന്നതിനും അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിലും ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ നിയമനിർമ്മാണം ഇന്ത്യയുടെ പാർലമെൻറ്റ് പാസ്സാക്കുന്നതാണ്. ആ കാര്യം ഇന്ത്യയിലെ ജനപ്രതിനിധികൾ നോക്കിക്കൊള്ളും എന്ന ശക്തമായ മറുപടിയാണ് ഇപ്പോൾ പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ വാദഗതി, വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് പാകിസ്ഥാൻ്റെ വാദഗതി അതേപടി ആവർത്തിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരാണ് കഴിഞ്ഞ ദിവസം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതി വാദം തുടങ്ങിയിട്ടുണ്ട്. വാദം ഇന്നും തുടരും. ഒരു ഇടക്കാല ഉത്തരവിനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും രാജ്യം അതുതന്നെ ഉറ്റുനോക്കുകയാണ്. പാകിസ്ഥാൻ്റെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുകയും പാകിസ്ഥാൻ്റെ ആശയങ്ങളോട് സമാനമായ രീതിയിൽ ഇവിടെ നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്നവരെ എന്തായാലും രാഷ്ട്രം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാന് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ കഴിയില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ആശയങ്ങളോടുകൂടി ഇവിടെ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമാക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ. അതിനെതിരെ ശക്തമായ മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com.
അയൺ ബിൽഡ്, ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.